Welcome to Plus One Chemistry online classes. Today we are going to discussing about the second part of thermodynamics. First term, heat capacity. It is the amount of heat required to raise the temperature of a body through 1 degree Celsius or 1 Kelvin. The equation of heat capacity C is equal to Q by delta T. Delta T is the change in temperature. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ട ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ്, അതിന് പറഞ്ഞ പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. നെക്സ്റ്റ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റിന് പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമ്മളിവിടെ എടുക്കുന്ന സബ്സ്റ്റൻസ് 1 കിലോഗ്രാം ആയിരിക്കും. ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 കിലോഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ്, അതുകൊണ്ടാണ് ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും നേരത്തെ പറഞ്ഞ ടേം ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് മാറുന്നത്. ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി എസിൻ്റെ ഇക്വേഷൻ ക്യൂ ബൈ എം ഇൻറ്റു ഡെൽറ്റ ടി. കാരണം നമ്മൾ 1 കിലോഗ്രാം മാസ് സബ്സ്റ്റൻസ് എടുക്കുന്നതുകൊണ്ട് അവിടുത്തെ ഇക്വേഷൻ എം ഇൻറ്റു ഹീറ്റ് കപ്പാസിറ്റിയുടെ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ക്യൂ ബൈ എം. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. സി പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇതാണ് സി പി. സി വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ ഇതാണ് സി പിയും സി വിയും. സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ, ഒരു ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ ഞാൻ നോട്ടായിട്ട് തരുന്നുണ്ട്, നിങ്ങൾ ഇക്വേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. സി പി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, സി വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ഇതാണ് സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടേം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ ആർ എച്ച് 0. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. The standard enthalpy of a reaction is the enthalpy change for a reaction when all the substances are in their standard state. ഒരു റിയാക്ഷൻ എല്ലാ സബ്സ്റ്റൻസും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, അതിന് പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. In thermodynamics, the standard state refers to the existence of the substance in its pure form at 1 bar pressure and 298 Kelvin temperature. നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒരു പ്യുവർ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് 1 ബാർ പ്രഷറിലും 298 കെൽവിനിലും, ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലുള്ള എൻതാൽപ്പി ചേഞ്ച് നമ്മൾ എന്ത് പറയാം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. നെക്സ്റ്റ് ടേം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എച്ച് എഫ് 0. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എൻതാൽപ്പി ചേഞ്ച് that accompanies the formation of 1 mole of a compound from its elements with all substance in their standard states. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എൻതാൽപ്പി ചേഞ്ച് ആണ്. ഒരു മോള് കോമ്പൗണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ എലമെൻറ്റ്സ് നിന്ന് ഫോം ചെയ്യുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച്. ഒരു മോള് കോമ്പൗണ്ട് അതിൻ്റെ എലമെൻറ്റ്സ് നിന്ന് ഫോം ചെയ്യുന്നുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇപ്പോൾ H2 പ്ലസ് ഹാഫ് O2 ഗീവ് H2O, H2 പ്ലസ് ഹാഫ് O2 ഗീവ് H2O. ഈ ഒരു സമയത്ത് ഫോം ചെയ്യുന്ന H2O, വാട്ടർ H2 എന്നും ഹാഫ് O2 എന്നുള്ള എലമെൻ്റ് സ്റ്റേറ്റിൽ നിന്ന് H2 ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്, അതിന് നമ്മൾ H2O സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ട്രാൻസിഷൻ. ഫേസ് ട്രാൻസിഷനുള്ള, അതായത് പിന്നെ സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസ് ആവുക, സോളിഡ് നേരിട്ട് ഗ്യാസ് ആവുക, ഈ ഒരു ഫേസ് ട്രാൻസിഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി നമ്മൾ പറഞ്ഞു എനർജി ചേഞ്ച് ആണ് എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ട്രാൻസിഷൻ. 3 തരത്തിലാണ് ഉണ്ടാവുക: എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഫസ്റ്റ് ടേം എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ.
enthalpy of fusion delta fuse H0. It is the enthalpy change when 1 mole of a solid substance changes to liquid state at its melting point. Melting of solid is endothermic, so all enthalpies of fusions are positive. Enthalpy of fusion എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഡെൽറ്റ ഫ്യൂസ് H0 എന്നാണ്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി, ഒരു മോൾ സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡായി മാറുക അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ. ഈ സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ചിനാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുക. പൊതുവെ മെൽറ്റിംഗ് ഓഫ് സോളിഡ് എൻഡോതെർമിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ. നെക്സ്റ്റ് ടേം എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻ ഡെൽറ്റ വാപ്പ് H0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. It is the enthalpy change when 1 mole of a liquid substance changes to its vapor state at its boiling point. ഒരു മോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് വാപ്പറായി മാറുക അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുക അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട്. ആ സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച്, അതാണ് എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻ. നമ്മൾ ഡെൽറ്റ വാപ്പ് H0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ വാട്ടർ എന്തായി മാറുക? വാട്ടർ വാപ്പറായിട്ട് മാറുക. ആ സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയാം. നെക്സ്റ്റ് ടേം തേർഡ് വൺ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഡെൽറ്റ സബ് H0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole of a solid substance is directly converted to gaseous state at a particular temperature below its melting point. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോൾ സോളിഡ് ഡയറക്റ്റ്ലി എന്തായിട്ട് മാറുക? ഗ്യാസ് ആയിട്ട് മാറുക. പക്ഷേ ആ ടെമ്പറേച്ചർ എന്തായിരിക്കണം? മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴെ ആയിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഉത്പാദനം എന്നൊക്കെ മലയാളത്തിൽ പറയും. അതാണ് സബ്ലിമേഷൻ. കർപ്പൂരമൊക്കെ നേരിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കായിട്ട് മാറുന്നത് കണ്ടില്ലേ? ഇതാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം. ഈ ഒരു സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച്, നമ്മൾ ഒരു മോൾ സബ്സ്റ്റൻസ് എടുത്തിട്ട് അത് സോളിഡ് സബ്സ്റ്റൻസ് ഡയറക്റ്റ് എന്തായി മാറാം? ഗ്യാസ് ആയിട്ട് മാറും. ആ സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ച്, അതാണ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ഇത് ഹെസ്സസിൻ്റെ ലോ ആണ്, കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ്റെ. The law states that the total enthalpy change for a physical or chemical process is the same whether the reaction taking place in single step or several step, or the total enthalpy change for a process is independent of the path followed. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഒരു ഫിസിക്കൽ പ്രോസസ്സിൻ്റെ ആയാലും കെമിക്കൽ പ്രോസസ്സിൻ്റെ ആയാലും സെയിം ആയിരിക്കും. റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും ഒന്നിലധികം സ്റ്റെപ്പിൽ നടന്നാലും അവരുടെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. ഏത് പാത്താണോ ഫോളോ ചെയ്യുന്നത് അതിന് എന്തായിരിക്കും? എൻതാൽപ്പി ചേഞ്ച് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അക്കോർഡിംഗ് ടു എസ്സസ് ലോ, ഇഫ് ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്സ് then its standard reaction enthalpy is the sum of standard enthalpies of intermediate reaction. അപ്പോൾ എസ്സസ് ലോ പ്രകാരം ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ്, ഒരുപാട് സ്റ്റെപ്പിൽ ആ റിയാക്ഷൻ നടക്കുന്നെങ്കിൽ റിയാക്ഷൻ്റെ മൊത്തത്തിലുള്ള സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പിൻ്റെയും എൻതാൽപ്പിയുടെ സമ്മായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡെൽറ്റ H1, ഡെൽറ്റ H2, ഡെൽറ്റ H3 ഇതിനൊക്കെ സമ്മ കൂട്ടി നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി കിട്ടും. ഓരോ ഇൻ്റർമീഡിയറ്റിൻ്റെ റിയാക്ഷൻ എൻതാൽപ്പി കൂട്ടി നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി കിട്ടും. അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഡയഗ്രാം സ്ക്രീനിൽ കാണാം. ഓക്കെ, യു ക്യാൻ സി എ ഡയഗ്രാം ഇൻ ദ സ്ക്രീൻ. കൺസിഡർ എ പ്രോസസ് ഇൻ വിച്ച് ദ റിയാക്റ്റൻസ് എ ഈസ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് ബി. സ്ക്രീനിൽ നിങ്ങൾക്ക് ആർ ഗീവ്സ് പി എന്നാണ് കാണാം. പ്രോഡക്റ്റ് ബി ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ബൈ ഇൻവോൾവിങ് ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ എച്ച്. എ ബി ആയിട്ട് മാറുകയാണ്, റിയാക്റ്റൻ്റെ പ്രോഡക്റ്റ് ബി ആയിട്ട് മാറുകയാണ്. അതിൻ്റെ ചേഞ്ചാണ് ഡെൽറ്റ എച്ച്. Let the same reactant A is first converted to C, then it to D, and finally to B involving heat changes delta H1, delta H2 and delta H3. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക സിംഗിൾ സ്റ്റെപ്പിലല്ല നടക്കുന്നത്. എ ആദ്യം സി ആയിട്ട് മാറുന്നു, പിന്നെ ഡി ആയിട്ട് മാറുന്നു, പിന്നെയാണ് ബി ആയിട്ട് മാറുന്നു വിചാരിക്കുക. ഇപ്പോൾ 2 സ്റ്റെപ്പ് അധികം വന്നു. അപ്പോൾ ഇതിനിടയിലുള്ള ഹീറ്റ് ചേഞ്ച് എ സി ആയിട്ട് മാറുമ്പോൾ ഡെൽറ്റ H1 ആണ് എൻതാൽപ്പി ചേഞ്ച്, സി ഡി ആയി മാറുമ്പോൾ ഡെൽറ്റ H2 ആണ് എൻതാൽപ്പി ചേഞ്ച്, ദെൻ ഡി ബി ആയിട്ട് മാറുമ്പോൾ ഡെൽറ്റ H3 ആണ് എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ ഫസ്റ്റ് എ സി ആയിട്ട് മാറുമ്പോൾ ഡെൽറ്റ H1 ആണ്, സി ഡി ആയിട്ട് മാറുമ്പോൾ ഡെൽറ്റ H2 ആണ്, ഡി ബി ആയിട്ട് മാറുമ്പോൾ ഡെൽറ്റ H3 ആണ്. ഇപ്പോൾ നമ്മുടെ ഹെസ്സസ് ലോ പ്രകാരം അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ ഡെൽറ്റ എച്ച് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഈ 3 റിയാക്ഷൻ എൻതാൽപ്പിയുടെ സമ്മായിരിക്കും. അപ്പോൾ ഡെൽറ്റ എച്ച് സീക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിയാക്ഷൻ എൻതാൽപ്പി
ആഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ സെവറൽ സ്റ്റെപ്പിലാണ് നടക്കുന്നതെങ്കിൽ ആ ഓരോ സ്റ്റെപ്പിൻ്റെയും ഇൻഡിവിജ്വൽ എൻതാൾപ്പി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൾപ്പി കിട്ടും. ഇതാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. നെക്സ്റ്റ് ടേം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൾപ്പി. The amount of heat required to break 1 mole of a covalent bond to form products in its gas phase is called bond dissociation enthalpy. ഒരു മോൾ കൊവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് തന്നെ ഗ്യാസ് ഫേസിൽ എൻ്റെ റിയാക്റ്റൻസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ആറ്റംസ് ആക്കി മാറ്റുക. അതിന് വേണ്ട ഹീറ്റ് എനർജിക്ക് പറയുന്ന പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൾപ്പി. ആ ബോണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ, ബ്രേക്ക് ചെയ്യാൻ വേണ്ട എൻതാൾപ്പി. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം Cl2 give 2Cl, Cl2 മോളിക്യൂൾ, ക്ലോറിൻ മോളിക്യൂൾ നമ്മൾ Cl ആറ്റംസ് ആക്കി മാറ്റാൻ വേണ്ട ഹീറ്റ് എനർജി, അതിനാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് Cl2 മോളിക്യൂൾ എന്ന് പറയാം. അതുപോലെ തന്നെ H2 മോളിക്യൂൾ ഗിവ്സ് 2H, H2 മോളിക്യൂളിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ട ഹീറ്റ് എനർജി ആണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൾപ്പി ഓഫ് H2 മോളിക്യൂൾ എന്ന് പറയാം. ഇതാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൾപ്പി. വളരെ സിമ്പിൾ ടേമാണ്. ടേം കേൾക്കുമ്പോൾ കുറച്ചൊരു ഇത് തോന്നും, പക്ഷേ സിമ്പിൾ ഡെഫിനിഷനാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാവുന്നൊരു ടേമാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൾപ്പി. ടേം എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ, ഡെൽറ്റ സൊല്യൂഷൻ H0. Enthalpy of solution is defined as the enthalpy change when 1 mole of a substance is dissolved in a specific amount of a solvent. ഒരു മോൾ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുക, ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻതാൾപ്പി ചേഞ്ച് അല്ലെങ്കിൽ സംഭവിക്കുന്ന എൻതാൾപ്പി ചേഞ്ച് അത് നമ്മൾ എൻതാൾപ്പി ഓഫ് എ സൊല്യൂഷൻ എന്ന് പറയാം. സൊല്യൂഷൻ്റെ എൻതാൾപ്പി, ഒരു മോൾ സബ്സ്റ്റൻസ് എടുത്ത് നമ്മൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുകയാണ്, ആ സമയത്തുള്ള എൻതാൾപ്പി ചേഞ്ച് അതാണ് എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ. The enthalpy of solution in water is determined by the value of lattice enthalpy, delta lattice H0, and enthalpy of hydration ions. പൊതുവെ നമ്മൾ എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് വാട്ടർ ഡിറ്റർമിൻ ചെയ്യുക ലാറ്റിസ് എൻതാൾപ്പിയുടെയും എൻതാൾപ്പി ഓഫ് ഹൈഡ്രേഷൻ്റെയും വാല്യൂ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പം ഡെൽറ്റ സൊല്യൂഷൻ H0 ഈക്വൽ ഡെൽറ്റ ലാറ്റിസ് എനർജി പ്ലസ് ഡെൽറ്റ ഹൈഡ്രേഷൻ എനർജി. ഈ രണ്ട് എൻതാൾപ്പിയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? ഡെൽറ്റ എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ലാറ്റിസ് എനർജിയുടെയും ഹൈഡ്രേഷൻ എൻതാൾപ്പിയുടെയും വാല്യൂ അറിയണം. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ കിട്ടും. അതുപോലെ തന്നെ ഫോർ മോസ്റ്റ് ഓഫ് ദി അയോണിക് കോമ്പൗണ്ട്സിൻ്റെ ഡെൽറ്റ സൊല്യൂഷൻ H0 അല്ലെങ്കിൽ എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഡിസോസിയേഷൻ പ്രോസസ് എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. എക്സോ അല്ല, എൻഡോതെർമിക് ആയിരിക്കും. Therefore, the solubility of the most of the salt in water is increases with the rise of temperature. അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ദി സാൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സോലുബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം ഡെൽറ്റ എൻതാൾപ്പി ഓഫ് സൊല്യൂഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് എൻഡോതെർമിക് പ്രോസസ്സാണ്, എക്സോതെർമിക് അല്ല, താപമോചകമല്ല, താപശോഷക പ്രവർത്തനമാണ്. ടേം ലാറ്റിസ് എൻതാൾപ്പി വളരെ പ്രധാനപ്പെട്ട ടേമാണ് ലാറ്റിസ് എൻതാൾപ്പി. നമ്മളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മളൊരു വീഡിയോയിൽ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ തന്നെ ലാറ്റിസ് എൻതാൾപ്പി എന്താണ്, ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ദ ലാറ്റിസ് എൻതാൾപ്പി ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട് ഈസ് ദ എൻതാൾപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റഡ് ഇൻ ടു ഗ്യാഷ്യസ് അയോൺ. ലാറ്റിസ് എൻതാൾപ്പി എന്ന് പറഞ്ഞാൽ ഒരു അയോണിക് കോമ്പൗണ്ട് ലാറ്റിസ് എൻതാൾപ്പി എന്ന് പറഞ്ഞാൽ ആ അയോണിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുക? ഡിസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ ഗ്യാഷ്യസ് അയോണായി മാറുക. ആ സമയത്തുള്ള എൻതാൾപ്പി ചേഞ്ച് അതിന് പറഞ്ഞ പേരാണെന്ത്? ലാറ്റിസ് എൻതാൾപ്പി. ലാറ്റിസ് എൻതാൾപ്പി എന്ന് പറഞ്ഞാൽ അയോണിക് കോമ്പൗണ്ട് ലാറ്റിസ് എൻതാൾപ്പി എന്ന് പറഞ്ഞാൽ ആ അയോണിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുക? ഡിസോസിയേറ്റ് ചെയ്ത് ഗ്യാഷ്യസ് അയോണായി മാറുക. ആ സമയത്തുള്ള എൻതാൾപ്പി ചേഞ്ച്. ലാറ്റിസ് എൻതാൾപ്പി കാൽക്കുലേറ്റ് ചെയ്യുക ബോൺ ഹാബർ സൈക്കിൾ വെച്ചിട്ടാണ്. ബോൺ ഹാബർ സൈക്കിൾ നമുക്കൊരിക്കലും എക്സ്പെരിമെൻ്റലി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല? ലാറ്റിസ് എൻതാൾപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ബോൺ ഹാബർ സൈക്കിൾ ഉപയോഗിച്ച് ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Na+Cl gives NaCl, സോഡിയം ക്ലോറിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സ് പലതരം സ്റ്റെപ്സ് ഉപയോഗിച്ച് എണ്ണയും സിയലും കൂടി ചേർന്ന് NaCl ഉണ്ടാവുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് Na അയോൺ സോഡിയം പ്ലസ് ആയിട്ട് മാറുന്നു, Na ആയിട്ട് മാറുന്നു, ക്ലോറിൻ അയണായിട്ട് മാറുന്നു. പിന്നെ ഈ സോഡിയം അയോണും ക്ലോറിൻ അയോണും കൂടി ചേർന്ന് കാറ്റയോണും ആനിയോണും കൂടി ചേർന്ന് NaCl ആയി മാറുന്നു. ഈ സ്റ്റെപ്പൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു NaCl മോളിക്യൂളിൻ്റെ ലാറ്റിസ് എൻതാൾപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക.
അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിച്ച് കാൽക്കുലേഷൻ നടത്തുക. അത് കുറച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ലാറ്റിസ് എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഇത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുക ബോൺ ഹേബർ സൈക്കിളാണ്. ഓക്കെ.